തൃശൂർ കോർപ്പറേഷനിൽ മേയർ ഡെപ്യൂട്ടി മേയർ പോര് രൂക്ഷമായിരിക്കുകയാണ്. തർക്കം രൂക്ഷമായതോടെ MG റോഡിലെ ഭൂമി ഏറ്റെടുക്കൽ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും ഡെപ്യൂട്ടി മേയറെ മേയർ നിജി ജസ്റ്റിൻ ഒഴിവാക്കിയിരുന്നു. മേയറുടെ നിലപാടിൽ പ്രതിഷേധത്തിലാണ് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള A പ്രസാദ്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഏതെങ്കിലും ഒരു കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഇനി എവിടെയും ആയിക്കോട്ടെ, അവിടെ ഭരണത്തിലിരിക്കുന്ന സംവിധാനത്തിന്റെ തലപ്പത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് പേർ, അവർ തമ്മിൽ ഈ രീതിയിലുള്ള തർക്കവും മുപ്പളമ പോരുമൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഭരണം ഏത് വഴിക്കായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജിത്തെ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തൃശ്ശൂരിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പടലപ്പിണക്കമാണുള്ളത്. ആ പടലപ്പിണക്കം നിരത്തിലേക്കടക്കം അല്ലെങ്കിൽ തെരുവിലേക്കടക്കം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുകയും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അതിനുശേഷം കൊടുങ്ങല്ലൂരിൽ നിന്ന് വിജയിച്ച OJ ജനീഷ് മന്ത്രിയാവുകയൊക്കെ ചെയ്തു. ആ മന്ത്രിയായതിനു ശേഷവും OJ ജനീഷിനെ ഔദ്യോഗിക പരിപാടികളിലടക്കം കോൺഗ്രസുകാർ പങ്കെടുപ്പിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ നമ്മൾ കണ്ടുവരുന്നത്. അതായത് തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് MG റോഡ് എന്നുള്ളത്. ആ MG റോഡ് പടിഞ്ഞാറക്കോട്ടയിൽ നിന്നടക്കമുള്ള റോഡിന്റെ നവീകരണം, അതായത് വലിയ രീതിയിൽ കടകളുടെ ബാഹുല്യമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗതക്കുരുക്കും പതിവായിട്ടുണ്ടാകുന്ന ഒരു പ്രദേശത്തെ നവീകരിക്കുന്നതിന് വേണ്ടി, റോഡിന് വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അളവെടുപ്പൊക്കെ ആരംഭിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കല്ലുകടി ഈ നഗരം ഭരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയറായിട്ടുള്ള A പ്രസാദ് വരുന്നതിന് മുൻപ് തന്നെ മേയർ നിജി ജസ്റ്റിൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിറവേറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ കടുത്ത അമർഷമാണ് ഡെപ്യൂട്ടി മേയർക്കുള്ളത്. ഡെപ്യൂട്ടി മേയറെ ഇല്ലാതെ ഉദ്ഘാടനം നടത്തി ചിത്രങ്ങളടക്കം മേയറുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു. അതിനുശേഷം ഡെപ്യൂട്ടി മേയറുടെ എതിർപ്പിനെ തുടർന്ന് ആ ചിത്രങ്ങളൊക്കെ പിന്നീട് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ നഗരം ഭരിക്കുന്നവർ തമ്മിലുള്ള ഒരു ബലപരീക്ഷണം അല്ലെങ്കിൽ ഒരു അധികാര വടംവലി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മേയറും അതേപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും രണ്ട് തട്ടിലേക്ക് പോകുന്നു. ഒരു വിഭാഗം കോൺഗ്രസുകാർ ആരോപിക്കുന്നത് മേയറെ ഭരിക്കുന്നത് ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരാണ്, അല്ലെങ്കിൽ മേയറുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇവരാണെന്ന് ഉള്ളൊരു ആരോപണവും ആക്ഷേപമൊക്കെ ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും മേയറും അതേപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും രണ്ട് വഴിക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്.